നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 2 മാസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് മാമാങ്കം ജൂൺ 1 അവസാനിച്ചിരിക്കുകയാണ്. ജൂൺ 1 തിരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ BJPക്ക് അനുകൂലമായിട്ടാണ് എല്ലാ മാധ്യമങ്ങളും എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഇതാ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ കള്ളമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലേക്കുള്ള സുപ്രധാനമായ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം, രാജ്യത്തെ മിക്ക മാധ്യമങ്ങളും ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഇംഗിതത്തിന് വഴങ്ങിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മാധ്യമധർമ്മം എന്താണെന്ന് പോലും രാജ്യത്തുള്ള പ്രമുഖ മാധ്യമങ്ങൾ പോലും മറന്നിരിക്കുന്നു. BJPക്ക് കുഴലൂത്ത് നടത്തുന്ന രീതിയിലേക്ക് രാജ്യത്തെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. BJPയുടെയും മാധ്യമങ്ങളുടെയും ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകൾ എന്ന് നിസ്സംശയം പറയാം. കാരണം എക്സിറ്റ് പോളുകളിലൂടെ മോദിയുടെ വിജയം പുറത്തുവിട്ടാൽ രാജ്യത്തെ ജനങ്ങളിൽ എല്ലാവരും മോദിയുടെ വിജയം ആഗ്രഹിക്കുന്നില്ലെങ്കിലും മാനസികമായി അവർ മോദിയുടെ വിജയത്തിനായി മനസ്സില്ലാ മനസ്സോടെ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. ഇതൊക്കെ ഒരു കുതന്ത്രമാണ്. കാരണം ആദ്യമേ എക്സിറ്റ് പോളുകളിലൂടെ മോദിയുടെ വിജയം പ്രവചിച്ചു കഴിഞ്ഞാൽ BJPയും സംഘവും വോട്ടിംഗ് മെഷീനിലോ അതോ മറ്റേത് രീതിയിലോ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയാലും രാജ്യത്തെ ജനങ്ങൾ അത് മനസ്സാലെ അംഗീകരിക്കില്ല. അവിടെയാണ് മോദിയുടെയും BJPയുടെയും കുതന്ത്രങ്ങൾ വിജയിക്കുന്നത്. എന്തുതന്നെയായാലും ഇന്ത്യ മുന്നണി 295 സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഇതാ മാധ്യമങ്ങളുടെ വ്യാജ എക്സിറ്റ് പോളുകൾക്ക് മറുപടിയുമായി കൃത്യമായ കണക്കുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസിന് ഉറപ്പായും വിജയമുള്ളതും കടുത്ത മത്സരങ്ങൾ നടക്കുന്ന സീറ്റുകളുടെയും വിവരങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്ത് കോൺഗ്രസ് മാത്രം 103 സീറ്റുകളിൽ ചുരുങ്ങിയത് ജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അതിൽ ഏറ്റവും ചുരുങ്ങിയത് എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ സീറ്റുകളാണ് 103 എന്ന് പറയുന്നത്. ഏതാണ്ട് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസപ്രകാരം 100% വിജയമുറപ്പിക്കുന്ന സീറ്റുകളുടെ കണക്ക് വിവരങ്ങളാണിത്. വളരെ കടുത്ത മത്സരം നടക്കുന്ന വിജയ സാധ്യതയുള്ള 53 സീറ്റുകളുടെ വിവരങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് മാത്രം 130 മുതൽ 150 സീറ്റുകൾ മാത്രമാണ് എല്ലാ എക്സിറ്റ് പോളുകളും നൽകിയെന്നിരിക്കെ കോൺഗ്രസ് മാത്രം 103 സീറ്റിന് മുകളിൽ നേടുമെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നു. ഇത് കോൺഗ്രസിൻ്റെ വെറും വാക്കല്ല എന്നുള്ളതാണ് സത്യം. കാരണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് സീറ്റുകളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിച്ചത്. അതിൽ ഉറപ്പുള്ള സീറ്റുകളുടെ വിവരം തന്നെയാണിതെന്ന് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് താഴെത്തട്ടിൽ നിന്നും ശേഖരിച്ച കണക്കുകൾ പ്രകാരമുള്ള റിപ്പോർട്ടുകളാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തിയ സർവേയിലെ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾ പ്രേക്ഷകർക്കിത് മനസ്സിലാകും. കാരണം ഏറെക്കുറെ വളരെ ശരിയായ ആധികാരികതയുള്ള കണക്കു തന്നെയാണിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കോൺഗ്രസ് പുറത്തുവിട്ട സർവേ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യ മുന്നണിയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വിജയിക്കുന്ന സീറ്റുകളുടെ കണക്കുകൾ കൂട്ടാതെയാണിതെന്ന് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സർവേ പരിശോധിക്കാം. സർവേ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപാണ് പരിശോധിക്കുന്നത്. അവിടെ ഒരു ലോക്സഭാ സീറ്റാണുള്ളത്. ആ ഒരു ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ സർവേ അവകാശപ്പെടുന്നത്. അടുത്തതായി ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ നമുക്കറിയാം 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 25 ലോക്സഭാ സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമേ കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂ എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അടുത്തതായി അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 2 ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിന് ഒരു സീറ്റും ലഭിക്കില്ല എന്ന് കോൺഗ്രസിൻ്റെ സർവേ തന്നെ അഭിപ്രായപ്പെടുന്നു. അടുത്തതായി ആസാമാണ്. നമുക്കറിയാം ആസാമിൽ 14 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആസാമിലെ 14 ലോക്സഭാ സീറ്റുകളിൽ 5 ലോക്സഭാ സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് പ്രവചിക്കുന്നു. അതുപോലെ തന്നെ കടുത്ത മത്സരം നടക്കുന്ന 3 ലോക്സഭാ സീറ്റുകളുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അവിടെ കടുത്ത മത്സരമാണ്. അവിടെ വിജയമോ തോൽവിയോ എന്തോ ആയിക്കോട്ടെ, അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അടുത്ത സംസ്ഥാനം ബീഹാറാണ്. നമുക്കറിയാം ബീഹാറിൽ 40 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. RJDയുമായി സഖ്യത്തിൽ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നു. അവിടെ 3 ലോക്സഭാ സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകളുടെ എണ്ണം 2 ആണ്. അടുത്ത സംസ്ഥാനം ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡിൽ 1 ലോക്സഭാ സീറ്റാണ് നിലവിലുള്ളത്. ആ 1 ലോക്സഭാ സീറ്റിൽ 100% വിജയിക്കുമെന്നുള്ള ഉറപ്പ് കോൺഗ്രസിനില്ല. പക്ഷേ കടുത്ത പോരാട്ടം ആ സീറ്റിൽ നടക്കുമെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നു. അടുത്ത സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൽ 11 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. ആ 11 ലോക്സഭാ സീറ്റിൽ 2 ലോക്സഭാ സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകളുടെ എണ്ണം
3 സീറ്റാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അടുത്തത് ദാദ്ര നഗർ ഹവേലിയാണ്. ദാദ്ര നഗർ ഹവേലിയിൽ അവിടെ കോൺഗ്രസിന് സീറ്റുകൾ ലഭിക്കില്ല എന്ന് കോൺഗ്രസ് സർവേ തന്നെ അവകാശപ്പെടുന്നു. അടുത്തത് ദാമൻ ദ്വീപ് ആണ്. ദാമൻ ദ്വീപിലും അതേ സ്ഥിതിവിശേഷമാണ്. കോൺഗ്രസ് അവിടെ വിജയിക്കില്ല എന്ന് കോൺഗ്രസ് സർവേ തന്നെ അവകാശപ്പെടുന്നു. അടുത്ത സംസ്ഥാനം ഗോവയാണ്. ഗോവയിൽ 2 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. ആ ഗോവയിലെ 2 ലോക്സഭാ സീറ്റിൽ 1 സീറ്റ് ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസിന്റെ സർവേ പ്രവചിക്കുന്നു. അടുത്ത സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് അവിടെ 1 ലോക്സഭാ സീറ്റുകൾ പോലും വിജയിച്ചില്ല. അവിടെ കോൺഗ്രസ് 2 സീറ്റ് നേടുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകളുടെ എണ്ണം 5 ആണ്. അടുത്ത സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിൽ 10 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 10 ലോക്സഭാ സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് 4 ലോക്സഭാ സീറ്റുകൾ വിജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. 4 സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുമെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു. നമുക്കറിയാം ഹരിയാന ഇത്തവണ കോൺഗ്രസിന് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. അവിടെ BJPയുടെ ഭരണം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അടുത്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ് സ്വാഭാവികം നമുക്കറിയാം. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. 4 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. ഹിമാചൽ പ്രദേശിലെ 2 ലോക്സഭാ സീറ്റുകളിൽ ഉറപ്പായും കോൺഗ്രസ് വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അടുത്ത സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീരാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ 5 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതിൽ 1 ലോക്സഭാ സീറ്റ് ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അടുത്ത സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിൽ 14 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. ആ ജാർഖണ്ഡിലെ 14 ലോക്സഭാ സീറ്റിൽ 4 എണ്ണത്തിൽ ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അടുത്ത സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിൽ 28 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ തവണ 28ൽ 1 ലോക്സഭാ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിച്ചത്. ഇത്തവണ 28 ലോക്സഭാ സീറ്റിൽ ഏറ്റവും കുറഞ്ഞ കണക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. എങ്കിലും കോൺഗ്രസ് വളരെ കണക്ക് കുറച്ചാണ് ഇവിടെ സീറ്റുകളുടെ വിവരം നൽകിയിരിക്കുന്നത്. 28ൽ 10 ലോക്സഭാ സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. 11 ലോക്സഭാ സീറ്റിൽ കടുത്ത മത്സരമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 20 ലോക്സഭാ സീറ്റുകളിൽ 16 എണ്ണം കോൺഗ്രസ് വിജയിക്കുമെന്ന് കോൺഗ്രസ് സർവേ പ്രവചിക്കുന്നു. അടുത്ത സംസ്ഥാനം ലഡാക്കാണ്. ലഡാക്കിൽ കോൺഗ്രസിന് സീറ്റുകൾ ലഭിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ സർവേ പ്രവചിക്കുന്നത്. അടുത്ത സംസ്ഥാനം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൽ 1 ലോക്സഭാ സീറ്റാണ് നിലവിലുള്ളത്. ആ 1 ലോക്സഭാ സീറ്റിൽ ഉറപ്പായും കോൺഗ്രസ് ആ സീറ്റിൽ വിജയിക്കുമെന്ന് തന്നെ കോൺഗ്രസ് അവകാശപ്പെടുന്നു. അടുത്ത സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ നമുക്കറിയാം 29 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 29 ലോക്സഭാ സീറ്റിൽ 4 സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് സർവേ പ്രവചിക്കുന്നു. 3 സീറ്റുകളിൽ കടുത്ത പോരാട്ടവും സർവേ പ്രവചിക്കുന്നുണ്ട്. അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ 48 ലോക്സഭാ സീറ്റുകളാണുള്ളത്. കോൺഗ്രസ് ഇത്തവണ വളരെ മികച്ച വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ആ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് 13 സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസിന്റെ സർവേ തന്നെ പ്രവചിക്കുന്നു. അടുത്ത സംസ്ഥാനം മണിപ്പൂരാണ്. നമുക്കറിയാം മണിപ്പൂരിനെ കുറിച്ച്, മണിപ്പൂരിൽ വർഗീയ കലാപമൊക്കെ കത്തിപ്പടരുന്ന ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. അവിടെ നരേന്ദ്രമോദി തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം പോലുമുണ്ട്. അവിടെ 2 ലോക്സഭാ സീറ്റുകളാണ് മണിപ്പൂരിലുള്ളത്. മണിപ്പൂരിൽ 2 ലോക്സഭാ സീറ്റിൽ 1 ലോക്സഭാ സീറ്റ് ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് സർവേ അവകാശപ്പെടുന്നു. അടുത്ത സംസ്ഥാനം മേഘാലയയാണ്. മേഘാലയയിൽ നമുക്കറിയാം 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. 2 ലോക്സഭാ സീറ്റിൽ 1 സീറ്റിൽ കോൺഗ്രസ് ഉറപ്പായും വിജയം പ്രവചിക്കുന്നു. അടുത്ത സംസ്ഥാനം മിസോറാമാണ്. മിസോറാമിൽ കോൺഗ്രസിന് സീറ്റ് ലഭിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അടുത്തത് നാഗാലാൻഡാണ്. നാഗാലാൻഡിലും 1 ലോക്സഭാ സീറ്റാണുള്ളത്. അവിടെയും കോൺഗ്രസിന് വിജയമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അടുത്ത സംസ്ഥാനം നമുക്കറിയാം ഡൽഹിയാണ്. ഡൽഹിയിൽ കോൺഗ്രസിന് ഇത്തവണ വിജയപ്രതീക്ഷയുള്ള സീറ്റുകളുണ്ട്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് 4 സീറ്റുകൾ ആം ആദ്മി പാർട്ടി മത്സരിക്കുമ്പോൾ 3 ലോക്സഭാ സീറ്റുകളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. അവിടെ കോൺഗ്രസിന് 100% വിജയമുള്ള ഒരു സീറ്റും ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ സർവേയിൽ അവകാശപ്പെടുന്നത്. അവിടെ 2 സീറ്റുകളിൽ കനത്ത പോരാട്ടം, നമുക്കറിയാം കനയ്യകുമാർ അടക്കം മത്സരിക്കുന്ന സീറ്റുകളിൽ കനത്ത പോരാട്ടം എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. 7 ലോക്സഭാ സീറ്റിൽ 1 സീറ്റിലും ഉറപ്പായും 100% വിജയിക്കില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. പക്ഷേ കടുത്ത പോരാട്ടം കോൺഗ്രസ് പ്രവചിക്കുന്നുണ്ട്. അടുത്ത സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയിൽ 21 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. അവിടെ 1 ലോക്സഭാ സീറ്റ് ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. 1 സീറ്റിൽ കനത്ത പോരാട്ടവും കോൺഗ്രസ് സർവേ പ്രവചിക്കുന്നു. സംസ്ഥാനം പുതുച്ചേരിയാണ്. പുതുച്ചേരിയിൽ ഉറപ്പായും നിലവിൽ സിറ്റിംഗ് MP എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെതാണ്. ആ കോൺഗ്രസിൻ്റെ സീറ്റ് കോൺഗ്രസ് നിലനിർത്തുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അടുത്ത സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിൽ 13 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. കർഷക രോഷം പുകയുന്ന പഞ്ചാബിൽ 13 ലോക്സഭാ സീറ്റുകളിൽ 6 സീറ്റുകൾ കോൺഗ്രസ് ഉറപ്പായും വിജയിക്കുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു. 3 സീറ്റുകളിൽ കടുത്ത മത്സരവും കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നുണ്ട്. സംസ്ഥാനം രാജസ്ഥാനാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. 25ൽ 25ഉം കഴിഞ്ഞ തവണ BJP നേടിയ രാജസ്ഥാനിൽ ഇത്തവണ കോൺഗ്രസ് 5 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായും 5 സീറ്റുകൾ വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. 7 സീറ്റുകളിൽ
കടുത്ത മത്സരം കോൺഗ്രസ് സർവേ പ്രവചിക്കുന്നു. സംസ്ഥാനം സിക്കിമാണ്. സിക്കിമിൽ ഒരു ലോക്സഭാ സീറ്റാണ് നിലവിലുള്ളത്. ആ ഒരു ലോക്സഭാ സീറ്റിൽ ഉറപ്പായും കോൺഗ്രസ് വിജയിക്കില്ല എന്ന് തന്നെ കോൺഗ്രസിൻ്റെ സർവേ അഭിപ്രായപ്പെടുന്നു. അടുത്ത സംസ്ഥാനം തമിഴ്നാടാണ്. നമുക്കറിയാം തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകളാണുള്ളത്. കോൺഗ്രസ് അവിടെ 9 ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്നു. 9 സീറ്റിൽ കോൺഗ്രസ് 8 സീറ്റുകളിൽ 100% വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് സർവേ അഭിപ്രായപ്പെടുന്നത്. അതിൽ ഒരു സീറ്റിൽ കടുത്ത പോരാട്ടവും കോൺഗ്രസ് നേരിടുന്നു എന്ന് സർവേ അഭിപ്രായപ്പെടുന്നു. അടുത്ത സംസ്ഥാനം തെലങ്കാനയാണ്. തെലങ്കാനയിൽ നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ പോലും 17 സീറ്റുള്ള തെലങ്കാനയിൽ കോൺഗ്രസിന് 4 സീറ്റുകളിൽ മാത്രമാണ് 100% വിജയം കോൺഗ്രസിൻ്റെ സർവേ അഭിപ്രായപ്പെടുന്നത്. 5 സീറ്റുകളിൽ കടുത്ത പോരാട്ടവും കോൺഗ്രസിൻ്റെ സർവേ അഭിപ്രായപ്പെടുന്നു. അടുത്ത സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുരയിൽ 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. നമുക്കറിയാം ത്രിപുര ഇപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ 2 ടേമുകളായി ത്രിപുര സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. അവിടെ കോൺഗ്രസിന് സീറ്റുകളൊന്നും ലഭിക്കില്ല എന്ന് സർവേ അഭിപ്രായപ്പെടുന്നു. അടുത്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നമുക്കറിയാം ഉത്തർപ്രദേശ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ആ ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ സീറ്റുകളിൽ ഇത്തവണ 4 ലോക്സഭാ സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു. അടുത്ത സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിൽ 5 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അവിടെ കോൺഗ്രസിന് 100% വിജയമുള്ള ഒരു സീറ്റുമില്ല എന്ന് തന്നെയാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. എങ്കിലും കടുത്ത പോരാട്ടം നടത്തുന്ന ഒരു സീറ്റ് നിലവിലുണ്ടെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നു. അടുത്ത സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. ആ 42 ലോക്സഭാ സീറ്റുകളിൽ 2 ലോക്സഭാ സീറ്റിൽ ഉറപ്പായും കോൺഗ്രസ് വിജയം പ്രവചിക്കുന്നുണ്ട്. നമുക്കറിയാം അധീർ രഞ്ജൻ ചൗധരി പോലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ കാലാകാലങ്ങളായി കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള സംസ്ഥാനമാണ്. അവിടെ 2 ലോക്സഭാ സീറ്റ് 100% ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. 2 സീറ്റിൽ കടുത്ത പോരാട്ടവും കോൺഗ്രസ് അവിടെ പ്രവചിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സർവേ എന്ന് പറയുന്നത്. 543 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് ഇത്തവണ വളരെ ചുരുക്കം സീറ്റുകളിലാണ് മത്സരിച്ചത്. അവിടെ 543 സീറ്റുകളിൽ 103 സീറ്റുകൾ ഉറപ്പായും 100% ഉറപ്പായും കോൺഗ്രസ് വിജയിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. കടുത്ത പോരാട്ടം നടക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 54 എണ്ണമാണ്. 54 സീറ്റുകളിൽ ചില സ്ഥലങ്ങളിൽ വിജയമുണ്ടാകാം, ചില സ്ഥലങ്ങളിൽ പരാജയമുണ്ടാകാം. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തുവിട്ട സർവേ എന്ന് പറയുന്നത്. ഈ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലും അടക്കം കൂടുതൽ സീറ്റുകൾ വിജയിക്കുവാൻ സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അവിടെ വരെ വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് കണക്കുകൾ കൂട്ടിയത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും പരമാവധി കുറച്ച് വിജയസാധ്യതയുള്ള 100% ഉറപ്പുള്ള സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് സർവേയിൽ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വ്യക്തം. നോക്കുക, 103 എന്നുള്ളത് ചുരുങ്ങിയതാണ്. കടുത്ത പോരാട്ടം നടക്കുന്ന 54 സീറ്റുകളിലും കോൺഗ്രസിന് വിജയ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് മാത്രം ഒറ്റയ്ക്ക് ഇന്ത്യ മുന്നണി നേടുമെന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞ സീറ്റുകൾ നേടും. ഇന്ത്യ മുന്നണിയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൂടെ നേടുന്ന സീറ്റുകൾ കണക്ക് കൂട്ടുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെറും പൊള്ളയാണ് എന്നുള്ളത് ഏറെക്കുറെ ശരിയാകുവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നാളെ അട്ടിമറിയൊന്നും നടന്നില്ല എങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളത് ശരിയായി വരുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല.